എടുത്തു വെച്ച എല്ലാവരും പേജ് നമ്പർ 24. പേജ് നമ്പർ 24. മസ്ലൂബ നേരത്തെ വന്നില്ല അല്ലേ? Are you ready? Yes. പേജ് നമ്പർ 24 ആണ് കഴിഞ്ഞ ക്ലാസ് നേരത്തെ പറഞ്ഞത് അല്ലേ? നേരത്തെ തൊട്ട് മുന്നിലെ ക്ലാസ്സിൽ പറഞ്ഞു തന്നത് പേജ് നമ്പർ 24. 24 നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? വിലോമ ശബ്ദിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് വിലോമ? ഓ പറഞ്ഞിനല്ലേ? ആരും ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. നിങ്ങൾ ആരെങ്കിലും എന്നെ ഓർമ്മിപ്പിക്കോ നോക്കാൻ വേണ്ടിയിട്ട്. ദേവപ്രിയനോട് വന്ന ഉടനെ പറഞ്ഞു മിസ് ഇന്ന് പരീക്ഷ പറഞ്ഞു. അതാണോ സൂര്യദേവി ഇങ്ങനെ ഓർത്ത് ചിരിക്കുന്നത്? മിസ്സിന് മറന്നല്ലോ, എക്സാം പറഞ്ഞിട്ട് മറന്നല്ലോ എന്ന് വെച്ചിട്ടാണോ സൂര്യദേവി അവിടെ നിന്ന് ചിരിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ബാക്കി ആരും പറഞ്ഞില്ല എന്നോട്, ആഷിനും പറഞ്ഞില്ല. നിങ്ങളൊക്കെ പറയൂ എന്നോടെന്ന് ചോദിച്ചത്. എനിക്ക് മറന്നുപോയി എന്നൊന്നും വിചാരിക്കണ്ട, മറന്നുപോയില്ല. പഠിച്ചായിരുന്നോ? നിങ്ങൾ റെഡി ആയിരുന്നോ? നിങ്ങൾ എക്സാമിന് റെഡി ആയിട്ടാണോ വന്നത് ഇന്ന്? എന്താ സൂര്യദേവേ? പഠിക്കാൻ മറന്നുപോയിന്നോ? അയ്യോടാ, അങ്ങനെ പഠിക്കാൻ മറവിക്ക് മിസ് മരുന്ന് ഇപ്പൊ കൊടുത്തുവിടാ, പാഴ്സലായിട്ട് ഇപ്പൊ കൊടുത്തുവിടാ. കേട്ടോ? മറവിക്കുള്ള മരുന്ന് പാഴ്സലായിട്ട് ഇപ്പൊ കൊടുത്തുവിടാം. അതാ മറന്നുപോയത്. അങ്ങനെ മറവി പാടില്ല. കൃത്യമായി പറഞ്ഞ് റെഡി ആവണം. ഇനി എപ്പോഴത്തേക്കാ റെഡി ആവുന്നേ ഒന്ന് പറഞ്ഞേ. എപ്പോഴത്തേക്കാ റെഡി ആവുന്നേ? നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് റെഡി ആയിക്കോളൂ. അപ്പോഴേക്കും മറവി വരുമോ വീണ്ടും? നോ, മറക്കാൻ പാടില്ല. എക്സാം ആണ്, ഓർമ്മിക്കുക. ഏത് ചാപ്റ്റർ? ചാപ്റ്റർ 5 അല്ലേ? 5ാമത്തെ ലെസൺ എക്സാം ആണ്. റെഡി ആവുക. അപ്പൊ റെഡി ആവുക. എനിക്ക് നിങ്ങളെ എക്സാം എഴുതുന്ന അവിടുന്ന് എഴുതുന്നത് എനിക്ക് വിശ്വാസം കുറവാണ് ലേശം. ലേശം വിശ്വാസം കുറവുണ്ട്. എന്താ കാരണം? എന്തായിരിക്കും മിസ് അങ്ങനെ പറയാൻ കാരണം? നോക്കി എഴുതുന്നോ പേടിയുണ്ട്. പിന്നെ നിങ്ങളെ പേരൻസ് നിങ്ങളോട് ഭയങ്കര സ്നേഹല്ലേ? അപ്പൊ സ്നേഹം കൂടിയാകുമ്പോ അതിന്റെ ആൻസർ കിട്ടുന്നില്ല എന്ന് പറയുമ്പോ ഹെൽപ്പ് ചെയ്യുമോന്നുള്ളൊരു പേടിയുണ്ട്. സ്നേഹം കൂടിയിട്ട് ഇങ്ങനെ നല്ലോണം സ്നേഹം കൂടുമ്പോ എന്ത് ചെയ്യും? എന്റെ മോളല്ലേ, അല്ലെങ്കിൽ നല്ല മോനല്ലേ എന്ന് ചോദിച്ചിട്ട് ആൻസർ കാണിച്ചു തരുമോ, പറഞ്ഞു തരുമോ എന്നുള്ള പേടിയുണ്ട്. ഇല്ലെന്ന് ഉറപ്പാണോ? പറഞ്ഞു തരില്ല, അവര് ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണോ? യെസ്. എങ്ങനെയാണെങ്കിൽ ഞാൻ എക്സാം ഇടാം. നെക്സ്റ്റ് സാറ്റർഡേ എപ്പോഴാണ് വെച്ചാൽ അന്ന് ക്ലാസ് വരുന്നത് വെച്ചാൽ ആ ദിവസം ഇടാം, ഒരു പീരീഡ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അറിയുന്ന കാര്യം മാത്രം എഴുതിയിട്ട് തരിക, അയക്കുക. ആരെ ഹെൽപ്പും വേണം. അവരിപ്പോ അഥവാ അവര് സഹായിച്ചാലും നിങ്ങൾ എന്താ ചെയ്ത്? നിങ്ങൾ തോൽക്കുക ചെയ്യുക പിന്നെ. കേട്ടാ? അപ്പൊ പഠിച്ചിട്ട് തന്നെ റെഡി ആയിട്ട് 5ാമത്തെ ലെസൺ പഠിച്ചിട്ട് റെഡി ആയിട്ട് ഇരിക്കുക. മറന്നുപോലെ എല്ലാവരും എഴുതി വെച്ച് വേണമെങ്കിൽ എവിടെയെങ്കിലും. എക്സാം ആണ് സാറ്റർഡേ, ലെസൺ 5ാമത്തെ ലെസൺ. ഓക്കെ. ഇനി പേജ് നമ്പർ 24 നേരത്തെ പറഞ്ഞ ബാക്കിയാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മളിപ്പോ പറഞ്ഞു എന്താണ്
कुछ शब्दों के विपरीत अर्थ वाले शब्द भी होते हैं. കുറച്ച് ശബ്ദങ്ങളുടെ വിപരീത അർത്ഥം വരുന്ന വാക്കുകളുണ്ട്. അതിനെ പറയുന്ന പേരാണ് ऐसे शब्दों को വിലോമ ശബ്ദ कहते हैं. വിലോമ ശബ്ദ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വേർഡ്. ഇങ്ങനെയുള്ള ശബ്ദങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിലോമ ശബ്ദ അഥവാ ഓപ്പോസിറ്റ് വേർഡ്. എക്സാമ്പിൾ ജൈസെ. കൃപ എന്താ നമ്മളെ അവിടെ നിന്ന് ചെയ്യുന്നേ? മിസ് പറഞ്ഞ ശ്രദ്ധിക്കുന്നില്ലേ? ഓക്കെ. എക്സാമ്പിൾ ജൈസെ എവിടെ കൊടുത്തിട്ടുണ്ട്? എന്താണ് അത് കൊടുത്തു നോക്കേ. സഫേദ്. സഫേദ് എന്നുള്ളതിന്റെ വിലോമ ശബ്ദ എന്താണ്? കാല. സഫേദ് പറഞ്ഞ വൈറ്റ്. ആ വൈറ്റ്. സഫേദിന് എന്താ പറയല്? വൈറ്റ് കളറിനെയാണ് സഫേദ് പറയാ. അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് അവിടെ കൊടുത്തു. കാല. കാല പറഞ്ഞ ബ്ലാക്ക്, കറുപ്പ്. കാല കറുപ്പ്. ഓക്കെ. അപ്പൊ സഫേദിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? കാല. കാല പറഞ്ഞ എന്താണ്? ബ്ലാക്ക്. ഓക്കെ. നെക്സ്റ്റ് ദിൻ. ദിന്ന് പറഞ്ഞാൽ ഇവിടെ പകൽ എന്ന അർത്ഥമാണ്. ദിന്ന് പറഞ്ഞാൽ ഡേ, ദിവസം എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഇവിടെ ഓപ്പോസിറ്റ് വേർഡിൽ കൊടുത്ത ദിന്ന് പറഞ്ഞാല് പകൽ എന്ന അർത്ഥമാണ്. പകൽ. അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? രാത്രി. രാത്രി പറഞ്ഞാല് രാത്രി. രാത്രി. അപ്പൊ ദിന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? രാത്രി. രാത്രി. ഇപ്പൊ പഠിച്ചല്ലോ. സഫേദ് എന്താണ്? കാല. ദിൻ എന്നതിന്റെ രാത്രി. നെക്സ്റ്റ് യെസ്, അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചവർക്ക് ഓർമ്മയുണ്ട് അല്ലേ? പഠിക്കാത്തൊരു മറവിയിലവർക്കൊന്നും ഓർമ്മയില്ല. നെക്സ്റ്റ് അഞ്ചാമത്തെ പാഠത്തിലുണ്ടായിരുന്നു. ഉണ്ട്, അതെ ശരിയാണ്, പഠിച്ചവർക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ പാഠത്തിലുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് നോക്ക്. ബഡ. ബഡ എന്ന് പറഞ്ഞ വലിയ. വലിയ. അതിന്റെ ഓപ്പോസിറ്റ് ചോട്ട. ചോട്ട എന്ന് പറഞ്ഞാല് ചെറിയ. ചെറുത്. വലുത്, ചെറുത് അല്ലേ? അപ്പൊ ബഡ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ചോട്ട. മറന്നുപോവോ? ചോട്ട. മറന്നു പോകല്ലേ. നെക്സ്റ്റ് അച്ഛ. അച്ഛ നല്ല. ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ബുര. ചീത്ത അല്ലേ? നിങ്ങൾ നല്ല കുട്ടികളാണോ മോശം കുട്ടികളാണോ? ബുരയാണോ അച്ഛയാണോ? നിങ്ങളെല്ലാം അയ്യടാ ബുരാന്നോലും. ബുരാന്ന് പറഞ്ഞ മോശല്ലേ? അച്ഛയാണല്ലേ? നല്ല ബുരാന്നുള്ള പേര് നിർത്തിക്കല്ലേ. ബുരാ പറഞ്ഞ ചീത്ത, മോശം. എങ്ങനെ? ഈ അച്ഛാം ബുറയും കഴിഞ്ഞ പാഠത്തിലുണ്ടായിരുന്നു. അച്ഛാ ബുര എന്നുള്ളതും കഴിഞ്ഞ ലെസണിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പാഠത്തിലുണ്ടായിരുന്നു. അതെ, ഓക്കെ. അതും പഠിച്ചു അല്ലേ? അപ്പൊ നെക്സ്റ്റ് താഴെ നോക്കിയേ. റീഡ് ആൻഡ് ലേൺ. പഠോ ഔർ സമझो. താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസില് അതുപോലെ വിപരീത പദങ്ങളുടെ അടിയിൽ വരയിട്ടിട്ടുണ്ട്. കണ്ടോ? हुई सुबह फिर शाम हुई. हुई सुबह फिर शाम हुई. ഏതിന്റെയൊക്കെ വാക്കുകളുടെ അടിയിലാണ് വരിട്ടൊന്ന് നോക്കിയേ. സുബഹ്, സുബഹ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ് സുബഹ് എന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് വേർഡ് ആണ് ശ്യാമ. സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ, ശ്യാം എന്ന് പറഞ്ഞാല് വൈകുന്നേരം. സുബഹ് ശ്യാം. റെഡിയായോ? നെക്സ്റ്റ് ദിൻ ബീതാ ഫിർ രാത്ത് ഹുയി. നമ്മൾ നേരത്തെ പഠിച്ചു ദിൻ രാത്ത് അല്ലേ?
ദിൻ പകല്, രാത്ത് രാത്രി. രാത്രി. ദിൻ രാത്ത്. ദിൻ രാത്ത്. ഇപ്പൊ പഠിച്ചല്ലോ. നെക്സ്റ്റ് സെന്റൻസ് നോക്ക്. दिन में था कैसा उजाला, रात हुई तो हुआ अंधेरा. दिन में था कैसा उजाला. ഉജാല പറഞ്ഞ പ്രകാശം. പകല് എന്ത് നല്ല പ്രകാശം ഉണ്ട്. ആരുടെ പ്രകാശം? സൂര്യന്റെ അല്ലേ? രാത്രിയിലാകുമ്പോ എന്തൊരു ഇരുട്ടാണ്. അന്ധേര പറഞ്ഞ ഇരുട്ട്, ഉജാല പറഞ്ഞ പ്രകാശം. കേട്ടോ? അപ്പൊ ഉജാല എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? തേര. അപ്പൊ നിങ്ങള് നോട്ടിലേക്ക് ഇത് സെന്റൻസ് ആയിട്ട് എഴുതണ്ട. വിലോമ ശബ്ദം എന്ന് എഴുതിയതിനു ശേഷം ഈ താഴെ ഇതെല്ലാം ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഓപ്പോസിറ്റ് വേർഡ് വിലോമ ശബ്ദങ്ങളും എഴുതുക. സഫേദ് കാല, ദിൻ രാത്ത്, ബഡാ ചോട്ട, അച്ഛാ ബുര, സുബഹ് ശാം, ദിൻ രാത്ത്, ഉജാല അന്ധേര. ഇനിയും ഉണ്ട്, ഇനിയും കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴേതാ ഇൻ പങ്ക്തിയോ മേ രേഖാങ്കിത ശബ്ദ പടേ ഏക് ദൂസരേ കെ വിലോമ ശബ്ദ ഹേ. അപ്പൊ ഈ തൊട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന അടിവരട്ട ശബ്ദങ്ങളെല്ലാം എന്താണ്? വിലോമ ശബ്ദങ്ങളാണ്, ഓപ്പോസിറ്റ് വേർഡുകളാണ്. ഏതൊക്കെയാന്ന് വീണ്ടും താഴെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ? സുബഹ്, ശ്യാം, ഉജാല, അന്ധേര, ദിൻ, രാത്രി. ഓക്കെ. അതുപോലെ വീണ്ടും അതാ കൊടുത്തിട്ടുണ്ട്. ദുബാര പഠോ, വീണ്ടും പഠിക്കൂ. എന്താണ് വീണ്ടും കൊടുത്തിട്ടുണ്ട്? കൗവ കാല, ഹംസ് സഫേദ്. എന്ന് പറഞ്ഞാല് ക്രോ, കാക്ക. കാക്ക എന്താണ്? കറുപ്പാണ്. ഹംസ് അരേന വെളുത്തത്. അപ്പൊ കാല എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് അവിടെ കിട്ടിയില്ലേ? സഫേദ്. കടുവ, കരേല, മീഠാ സേബ്. കരേല പറഞ്ഞാല് കൈപ്പക്ക. കൈപ്പക്ക ഇഷ്ടമുള്ളവരുണ്ടോ? പാവയ്ക്ക ഇഷ്ടമുള്ളവരൊന്ന് കൈബന്ധിച്ച്. നല്ല മധുരല്ലേ ഇനി? പാവയ്ക്കക്ക് നല്ല മധുരല്ലേ? മധുരാണ് ണല്ലേ? പാവയ്ക്ക കഴിച്ച ഓക്കെ. പാവയ്ക്ക കഴിച്ചവർക്ക് അറിയാം നല്ല കയ്പാണ്. അതുകൊണ്ട് എല്ലാവർക്കും അത് ഇഷ്ടമാവണമെന്നില്ല അല്ലെ? കുറച്ചു പേർക്ക് ഇഷ്ടമുണ്ടാവും. അപ്പൊ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? കടുവ, കരേല. കരേല എന്ന് പറഞ്ഞാല് കയ്പ് രുചി, അല്ല സോറി, കരേല എന്ന് പറഞ്ഞാൽ കയ്പക്ക, പാവയ്ക്ക. കടുവ എന്ന് പറഞ്ഞാൽ കയ്പ് രുചി, കയ്പ് രസത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? കടുവ. രണ്ട് കാട്ടിൽ കാണുന്ന കടുവയൊന്നല്ല കേട്ടോ. കടുവ കാട്ടിലാന്ന് ചോദിക്കണ്ട. കടുവ എന്ന് പറഞ്ഞാല് കയ്പ് രസത്തിനെയാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ പാവയ്ക്ക കയ്പ് നിറം, കയ്പ് ടേസ്റ്റ് വരുന്നത്. പിന്നെ മീഠാ സേബ്. സേബ് പറഞ്ഞ ആപ്പിള്. ആപ്പിളിന് എന്ത് രസാണ്? പുളിയാണോ ഉപ്പാണോ? മധുരാണല്ലേ? അപ്പൊ ഇവിടെ മീഠാ സേബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീഠാ സേബ് എന്ന് പറഞ്ഞാല് മധുരമുള്ള ആപ്പിള് അല്ലെ? അപ്പൊ ഇവിടെ കടുവ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? മീഠ, കയ്പ്. അതിന്റെ ഓപ്പോസിറ്റ് മധുരം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ. കടുവ, കരേല, മീഠാ സേബ്. നെക്സ്റ്റ് ഖംബ, ലംബ, നാട്ടാനർ. ഖംബ, ലംബ, നാട്ടാനർ. ലംബ, ലംബ പറഞ്ഞ നീളത്തില്, പൊക്കം കൂടിയത്. നാട്ടാ പറഞ്ഞാല് പൊക്കം കുറഞ്ഞ. ഇപ്പൊ ലംബ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? നാട്ട, നാട്ട. നെക്സ്റ്റ് ഗന്ധ, രാസ്ത. ഗന്ധ എന്ന് പറഞ്ഞാല് ഗന്ധ, രാസ്ത. ഗന്ധ പറഞ്ഞാല് അഴുക്കുള്ളത് അല്ലെ? അഴുകിയത്, മോശ റോഡ്, മോശം എന്ന് പറയാം, ബുര. ഗന്ധ, രാസ്ത മോശം റോഡ്, വഴി. അച്ഛാ ഘർ,
നല്ല വീട്. നല്ല വീട്. അപ്പൊ ഗന്ധ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ എന്താണ്? അച്ഛ. അച്ഛ എന്നുള്ളതിന്റെ വേറൊരു ഓപ്പോസിറ്റ് വേർഡും കൂടി ഇല്ലേ? ബുര. അല്ലേ? നമ്മൾ പഠിച്ചു. അച്ഛ, ബുര. ബുര എന്നും പറയാം, ഗന്ധ എന്നും പറയാം. ഓക്കെ, അച്ഛ, ബുര എന്നും പറയാം, ബുര എന്നും പറയാം, ഗന്ധ എന്നും പറയാം. അപ്പൊ ഇവിടെ ഗന്ധ, അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അച്ഛ. അപ്പൊ ഇത്രയും കൊടുത്തിരിക്കുന്ന എന്താണ്? വിലോമ ശബ്ദാണ്. രേഖാങ്കിത് ശബ്ദ് ഏക് ദൂസരേ കെ വിലോമ ഹേ. അടിവരയിട്ടുള്ള ശബ്ദങ്ങള്, വാക്കുകള് ഒന്ന് മറ്റതിന്റെ വിലോമ ശബ്ദമാണ്, ഓപ്പോസിറ്റ് വേർഡ് ആണ്. മനസ്സിലായോ? യെസ്. അപ്പൊ ആ പേജ് മുഴുവൻ എന്താണ്? ഓപ്പോസിറ്റ് വേർഡ് ആണ്. നെക്സ്റ്റ് കൊടുത്ത് നോക്ക്. नीचे दिए गए वाक्यों में एक दूसरे के विलोम शब्दों को रेखांकित करो और अलग से लिखो. താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസില് വിലോമ ശബ്ദമുള്ള വാക്കുകൾ ഉണ്ട്. വിലോമ ശബ്ദം, വിപരീത പദങ്ങൾ ഉണ്ട്, ഓപ്പോസിറ്റ് വേർഡുകൾ ഉണ്ട്. അത് ഏതാണോ അത് ആദ്യം അണ്ടർലൈൻ ചെയ്യുക, അടിവരയിടുക. അതിനുശേഷം എടുത്തെഴുതുക. ഞാൻ വായിക്കാം, ഏതാന്ന് നോക്കോ. പാഠ് കഠിൻ ഹെ. പാഠം കഠിനമാണ്, വിഷമമാണ്. കവിത സരൾ ഹെ. കവിത എളുപ്പമാണ്. അപ്പൊ ഇതിൽ ഏതാണ് വിലോമ ശബ്ദ വാക്കുകള്? കഠിനം, പിന്നെ മോനെ അതിൽ കവിതയും അല്ല ഓപ്പോസിറ്റ് വേർഡ്. എന്താണ്? കഠിനും സരളുമാണ്. അപ്പൊ അതിന്റെ അടിയിൽ ഒന്ന് വരയിട്ട് വെക്കുക. കഠിൻ സരൾ കേട്ടോ. കഠിൻ സരൾ എന്നതാണ് ഓപ്പോസിറ്റ്. അടി വരയിട്ട് വെക്ക്. നെക്സ്റ്റ്, ആകാശ് നീലാ ഹെ. ആകാശ് നീലാ ഹെ. ധർത്തി ഗോൾ. ആകാശം നീലയാണ്, ധർത്തി ഭൂമി. ഭൂമി എന്താണ്? ആകാശം നീലയാണ്, ധർത്തി ഭൂമി ഗോളമാണ്. ഗോളും അല്ല കേട്ടോ, ആകാശവും ധർത്തിയുമാണ് ഓപ്പോസിറ്റ്. ആകാശം ഭൂമി കേട്ടോ. ഭൂമി എന്ന് പറയാം, ധർത്തി എന്നും പറയാം, പാതാൾ എന്നും പറയാം. പാതാൾ. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ധർത്തി എന്നതായതുകൊണ്ട് നീലയും ഗോളും ഒരിക്കലും വരില്ല. നീല എന്ന് പറഞ്ഞാൽ ഒരു കളറാണ്, നീല കളർ. ഗോൾ എന്ന് പറഞ്ഞാല് റൗണ്ട്. അങ്ങനെ വരില്ല. പകരം എന്താണ്? ആകാശ് ധർത്തി. അപ്പൊ ആകാശം ഉള്ളതിനെ അടിവരയിടുക, ധർത്തിനും ഒരു അടിവരയിട്ട് കൊടുക്കുക. അത് നിങ്ങൾ നോട്ടിലേക്ക് എടുത്തെഴുതണേ. വിലോമ ശബ്ദങ്ങളെല്ലാം കുറെ എണ്ണുണ്ട്, എല്ലാം താഴെ താഴെ എഴുതി പഠിച്ചോളൂ. എഴുതിയായിരുന്നു? നേരത്തെ എഴുതിയോ? മിസ് പറയാതെ എന്തിനാ നേരത്തെ എഴുതിയേ? എപ്പോഴും മനസ്സിലാക്കി കഴിഞ്ഞിട്ട് മാത്രം എഴുതിയെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്ക്. വഹ് വിദ്വാൻ ഹേ. അവൻ വിദ്വാനാണ്. തും മൂർഖ് ഹോ. നീ വിഡ്ഢിയാണ്. വഹ് വിദ്വാൻ ഹേ, തും മൂർഖ് ഹോ. ഇതേതാ ഓപ്പോസിറ്റ് വേർഡ്? വിദ്വാൻ, മൂർഖ്. വിദ്വാൻ എന്ന് പറഞ്ഞാൽ അറിവുള്ള, അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ആണ് മൂർഖ്, വിഡ്ഢി, ഒന്നും അറിയാത്തവൻ. ആ, അപ്പൊ വിദ്വാൻ എന്നതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ആണ് എന്ത്? മൂർഖ്. ആരോണിന് മിസ് പറഞ്ഞ് മനസ്സിലാവുന്നില്ലേ മോനെ? ആരോൺ, ആരോണേ, മിസ് പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ മോനെ? ബുദ്ധിമുട്ടുണ്ടോ? ആരോണൊന്ന് പറഞ്ഞേ. ആരോൺ, മിസ് പറയുന്നത് കേൾക്കുന്നില്ലേ?
മനസ്സിലാവുന്നില്ലേ? മിസ് പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നോക്ക്. യഹ് ഫൂൽ ഹേ, ഇത് ഒരു പൂവാണ്. യഹ് ഫൂൽ ഹേ. വഹ് കാണ്ടാ ഹേ, അത് മുള്ളാണ്. ഇത് പൂവാണ്, അത് മുള്ളാണ്. ഫൂൽ കാണ്ട, പൂവ് മുള്ള്. അതിനേക്കാളും നല്ലതൊരു ഓപ്പോസിറ്റ് വേർഡ് അവിടെ ഉണ്ട്. ഏതാണെന്നറിയോ? യഹ് വഹ്. കണ്ടോ? അത്. ഏതായാലും കുഴപ്പമുണ്ടോ? ഇല്ലില്ല, കുഴപ്പമില്ല. യഹ് വഹ്. ഓക്കെ. അപ്പൊ നിങ്ങൾ നോട്ടിലേക്ക് ഇതെല്ലാം എന്ത് എഴുതാ? വിലോമ ശബ്ദം എഴുതിട്ട് ഈ വിലോമ ശബ്ദങ്ങളെല്ലാം ഒന്ന് എടുത്ത് നോട്ടിലേക്ക് എഴുതണേ. അത് മിസ് ഇനി അയച്ചു തരുന്നല്ലോ. നോട്ടിലേക്ക് എഴുതേണ്ടത് ഞാൻ മിസ് വേണമെങ്കിൽ അടിവരയിട്ടിട്ട് ഒന്ന് അയച്ചു തരാം. അണ്ടർലൈൻ ചെയ്തിട്ട് അയച്ചു തരാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ടിലേക്ക് വിലോമ ശബ്ദം എഴുതിയിട്ട് എടുത്തെഴുതുക. മിസ് അതുപോലെ എന്താ പറയണ്ടേ, അടിവരയിട്ടിട്ട് തന്നെ എഴുതി. എന്ത് മോനെ? ഇപ്പൊ പറഞ്ഞ മൂന്നാമത്തത് വഹ് വിദ്വാൻ ഹേ തും മൂർഖ് ഹോ. വിദ്വാൻ എന്ന് പറഞ്ഞാൽ അറിവുള്ള ആള്, മൂർഖ് എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത വിഡ്ഢി. അപ്പം വിദ്വാൻ ആണ് ഓപ്പോസിറ്റ് വേർഡ്. വിദ്വാൻ, മൂർഖ്. പറഞ്ഞോ. മൂന്നാമത്തതില്ലേ ഇത്? ഏത് ചോദ്യം പറഞ്ഞു? ഇപ്പൊ പറഞ്ഞല്ലേ വഹ് വിദ്വാൻ ഹേ തും മൂർഖ് ഹോ, അതാണോ? പിന്നേതാ? തുമാരി മിസ് പറഞ്ഞിരുന്നോ 6 ലൈൻ എഴുതണമെന്ന്? ആ നിങ്ങളെ ദിനചര്യ മുമ്പേയുള്ള പേജിലോ? അത് മിസ് നോട്ട്ബുക്കിലോട്ടാണ് എഴുതേണ്ടത്. അത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതി വെച്ചാ മതി. വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ, അതുപോലെ വിലോമ ശബ്ദം അത് ഇങ്ങനെ നോട്ടിലേക്ക് എഴുതുക. ബാക്കിയുള്ളത് ടെക്സ്റ്റിലും കൂടി എഴുതിയിട്ട് രണ്ടും കൂടി മിസ്സിന് അയച്ചു തരിക. വിലോമ ശബ്ദം എഴുതേണ്ടത് മിസ് ആ പേജിലത്തത് ഏതാണോ എഴുതേണ്ടത് അത് അടിവരയിട്ടിട്ടാണ് അയച്ചു തരിക. ആ പേജിൽ തന്നെ അടിവരയിട്ടിട്ട് വാക്കുകൾ അയച്ചു തരും. അത് നിങ്ങൾ നോക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ട് എഴുതുക. ഓക്കെ. Yes. Next page. Yes. Next page. Page number 25. തും നീച്ചെ ദിയേ ഗയേ കാം കർത്തേ ഹോ കബ് കർത്തേ ഹോ. നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ജോലികൾ എപ്പോൾ ചെയ്യുന്നു എന്ന് സമയം പറഞ്ഞു തരണം. ഓക്കെ. നിങ്ങൾ എപ്പോഴാണ് സമയം ഏതൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നെന്ന് പറഞ്ഞു തരണം. ഞാൻ പറയാം. ജഗ്ന. ജഗ്ന പറഞ്ഞാല് ഉടന. എഴുന്നേൽക്കുന്നത് എപ്പോഴാ? ഉണരുന്നത് എത്ര മണിക്കാ? 7 മണിക്കാ? 8 മണിക്കാ? 7 മണിയാണോ എല്ലാവരും? 7 മണി എന്ന് പറഞ്ഞവരൊന്ന് കൈപൊന്തിച്ചേ. 7 മണിക്ക് ഉറങ്ങിയിട്ട് മാന്യന്മാരൊന്ന് കാണട്ടെ. ഓക്കെ. 7 മണിക്ക് മുന്നേ എണീക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? 5-നാ? ആര്? 5 മണിക്കോ? 7 മണിക്ക് മുന്നേ എഴുന്നേൽക്കുന്നവർ ഒന്ന് കൈ ഒന്ന് പൊന്തിച്ചേ. 7 മണിക്ക് മുന്നേ എഴുന്നേൽക്കുന്നവര്. എബിൻ ഷംവീല്. എബിൻ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നേ? ആഗ്നസ് പറ. എബിൻ 6:30. 6:30. 6:30. എന്നിട്ട് എന്ത് ചെയ്യും? 6:30 എഴുന്നേറ്റിട്ട് ബാക്കിയൊക്കെ ചെയ്യോ? ഷംവീലേ? 3 മണിയായപ്പോ. അതാര്?
ഞാൻ പറയാം. ഷംവിൽ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നേ? ഷംവിൽ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നേ? 5:30. എന്തിനാ 5:30 എഴുന്നേറ്റോ? എന്താ ചെയ്യുന്നേ? ഇപ്പൊ മദ്രസ ഉണ്ടോ? ഷംവിലിനോടാണ് മിസ് ചോദിക്കുന്നത്. 5:30 എഴുന്നേറ്റിട്ട് ഇപ്പൊ മദ്രസ ഉണ്ടോ? എന്താണ്? ഷംവിലിനോട് ഒന്നുകൂടി ചോദിക്കുകയാണ്. 5:30 എഴുന്നേറ്റ് എന്താ ചെയ്യുന്ന രാവിലെ? ക്ലാസ് ഉണ്ടാവോ? എത്ര മണി വരെ? ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. ആഷിൻ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നേ? 7 മണി. അപ്പൊ 7 മണിയുള്ളവര് എന്ത് ചെയ്യണം? ആ ഡേഷനിലെടുക്കുക, 7 ബജെ എന്ന് എഴുതണം. 7 മണിയാണെങ്കിൽ 7 ബജെ. ഇനി മിസ് എഴുതുമ്പോ 7 ബജെയാണ് എഴുതി അയക്കുന്നത്. 5 മണിയുള്ളവര് 5 ബജെ. 5:30 ആണെങ്കിൽ 5:30. 6:30 ഇല്ലേ ആരോ ഒരാളുണ്ട്, അവരെന്ത് വേണം? 6:30. 7 മണിയിൽ ഒരു 6:30 6 മണി. എന്താ മോളെ? 7 മണിക്ക് 7 മണിക്ക് 7 ബജെ. 7 എന്ന് ചേർക്കണ്ടു. 7 1 2 3 4 5 6 7 7. മിസ് ഗ്രൂപ്പിലിടുമ്പോ 7 ആണ് എഴുതിയത്. മക്കള് 5 മണിക്ക് എഴുന്നേൽക്കുന്നവര് 5 ബജെ എഴുതുക. 6 മണിക്ക് എഴുന്നേൽക്കുന്നവര് ചെഹ് എഴുതുക. മിസ് എഴുതിയത് കൊണ്ട് ഇനി അതന്നെ എഴുതി അയക്കണ്ട. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാസ്ത കർണ. എപ്പോഴാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? എത്ര മണിക്കാ? എല്ലാവരും പൊതുവായിട്ടൊരു സമയം പറഞ്ഞേ. നാസ്ത കർണ ബ്രേക്ക്ഫാസ്റ്റ് എത്ര മണിക്കാ? 8 മണിക്ക്. വേഗം പറ. 8 മണിയാ? 9 മണി. 9 മണി. അപ്പൊ സ്കൂൾ ഉണ്ടെങ്കിൽ 9 മണി വരെ നിൽക്കോടാ? അപ്പൊ ഒരു കാര്യം, മിസ് എല്ലാവർക്കും വേണ്ടിയിട്ട് 8 മണി തന്നെ ഇടാം. കാരണം നിങ്ങൾക്ക് സ്കൂൾ ഉണ്ടെന്ന് ഓർമ്മിക്ക്. എന്നിട്ട് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നതെല്ലാം തെറ്റാണ്. നിങ്ങൾ 8 മണിക്ക്. അപ്പൊ 8 ബജെയാണ്. എന്താണ്? 8 ബജെ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് 8 മണിക്ക് ആക്കി. 9 മണിക്ക് കഴിക്കുന്നവരിൽ എത്ര മണിക്ക് കഴിക്കും? 8 മണിക്ക് കേട്ടാ. സ്കൂൾ ഉണ്ട് തന്നെ ഓർമ്മിക്ക്. നെക്സ്റ്റ്, സ്കൂൾ ജാന. സ്കൂളിൽ പോകുന്നത്, സ്കൂൾ ഉള്ള സമയത്ത് സ്കൂൾ എത്ര മണിക്കാ പോകുന്നത്? വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 8:30. 8:30 ഉണ്ട്, 9 ഉണ്ട് അല്ലേ? അതിൽ പിന്നെ ലേറ്റ് ആവും. അതില് ലേറ്റ് ആയിട്ട് ആരും പോകില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 8:30 മണി നോക്കാം. 8:30 അല്ലേ? അപ്പൊ 8:30. അത് മിസ് ഗ്രൂപ്പിൽ ഇടുന്നുണ്ടേ. മിസ് എഴുതി നോക്കിയിട്ട് എഴുതണം. 8:30. 8:30 മിസ് അതിന്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട്. അപ്പൊ 8:30 മണിക്കാണ് സ്കൂളിലേക്ക് പോകുന്നത്. ഇനി സ്കൂൾ സേ ഘർ ആന. ഇനി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്ര മണിക്ക് എത്തുന്നത്? 3:30 എത്തുന്നുണ്ടോ? എല്ലാവരും 3:30 4 മണി. അപ്പൊ എല്ലാവർക്കും പൊതുവായിട്ട് വേണ്ടിയിട്ട് എല്ലാവർക്കും കൂടി ഒരു ആൻസർ നമുക്ക് ഇടാം. 4 ബജെ. 3:20 3:30 എത്രയും ആവട്ടെ. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് പൊതുവായിട്ട് ഒരു സമയം 4 ബജെ. എത്ര മണി? 4 മണി. 4 ബജെ കേട്ടോ. 4 മണിക്ക് എത്തി. ഗൃഹകാര്യകർണ. വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? എന്താ വീട്ടിൽ പോയി ചെയ്യുന്നത്? കൈയും കാലും കഴുകുന്നത്, ഡ്രസ്സ് മാറുന്നത്, ചായ കുടിക്കുന്നത്. ഈ സമയം എത്ര മണിക്കാ? 4:30 അല്ലേ? 4 മണിക്ക് എത്തി. 4:30 മണിക്ക് ആ സമയമാകുമ്പോഴേക്കും ചെയ്യും. അപ്പൊ
4:30. ആ മിസ് അത് ഇട്ടരും, മിസ് ഗ്രൂപ്പിൽ ഇട്ടരും, മിസ് ഇട്ടതെന്ന് നോക്കിട്ട് എഴുതിക്കോ. 4:30. അപ്പൊ ഗൃഹകാര്യം വീട്ടിൽ പോയിട്ട് അതിൽ ഡ്രസ്സ് മാറുന്നതും അത് കൈകാലം ഒക്കെ കഴുകി പിന്നെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ 4:30. നെക്സ്റ്റ് എത്ര മണിക്കാണ് കളിക്കാൻ പോകുന്നത്? ഖേൽനെ ജാന. 5 മണിക്കാക്കാം അല്ലെ? 5 ബജെ. 5 മണി. 4 മണിയാ? 4 മണിക്ക് സ്കൂളിൽ നിന്ന് എത്തിയിട്ട് 4:30 ഭക്ഷണം കഴിച്ച് പിന്നെ 4 മണിക്ക് ആദ്യം കളിക്കാൻ പോകുന്ന ഏടാ എന്തെന്നാടാ പറയുന്നു? ഉറക്കത്തെന്ന് പറയുന്ന ഇപ്പൊ 4 മണിയുമില്ല, 5 മണിയുമില്ല, 6 മണിയുമില്ല അല്ലെ? എപ്പോഴും തന്നെ ഉറക്കം. നെക്സ്റ്റ് രാത് കാ ഭോജൻ കർണ. രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്ന പൊതുവായിട്ടുള്ള ഒരു സമയം പറഞ്ഞേ. 8:30. പിന്നെ 9 മണി. 10 മണി 12 മണി എല്ലാം പറഞ്ഞത്. എന്നിട്ട് അത് ഉറക്കത്തിൽ എണീച്ചിട്ട് ആദ്യം ഭക്ഷണം കഴിക്കുന്നുണ്ടാ? ഉറങ്ങാറില്ലേ? നിങ്ങൾ ഉറങ്ങാറില്ലടാ. ഒരു ഏകദേശ സമയം ഒരു 9 o'clock കൊടുക്കുക അല്ലെ? 9 മണി. 9 മണിക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കും. ആ അപ്പൊ 8:30 ഉള്ളവരുണ്ട്, 9 മണി. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എത്രയാ കൊടുത്തത്? 9 മണി. 9 ബജേ. 9 മണിക്ക് ഭക്ഷണം കഴിച്ചിരിക്കും. രാത്രി 12 മണിയൊന്നും ആവണ്ട. ഇന്ന് മുതൽ 9 മണിക്ക് ഭക്ഷണം കഴിക്കാത്തത് ഇന്ന് എത്ര മണിക്ക് ബെല്ലടിക്കും? ചോറിന് രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബെല്ലടിക്കുന്ന സമയത്താ 9 o'clock. 9 മണി ആയിരിക്കും അതിനപ്പുറം. ഓക്കെ. ഇനി സോന ഉറങ്ങുന്ന സമയം. അത് എപ്പോന്നുമില്ല, എല്ലാ ദിവസവും ഉറങ്ങുന്നുണ്ട് അല്ലേ? പകലും ഉറങ്ങുന്നു. ഉറക്കേ ഇല്ലു മിസ്. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് പകലും ഉറക്ക്, രാത്രിക്ക് ഇന്ന ടൈം എന്നൊന്നുമില്ല. ഏത് സമയത്തും ഉറക്കവും എണീക്കലും ഭക്ഷണം കഴിക്കലും തന്നെ. എത്ര മണിക്കാ? 11 മണി. 11 മണിക്കാ ഉറങ്ങുന്നേ? അതുവരെ 11, 11:30, 12 എന്ന് നിങ്ങൾ ഈ സമയം വരെ ചെയ്യുന്നേ? വെറുതെ ഇരിക്കുന്നു. വേറൊന്നും പണിയില്ലല്ലോ. പകലെല്ലാം ഉറങ്ങിയാ പിന്നെ രാത്രിക്ക് വെറുതെ ഇരിക്കാലോ. 10:30. അത്ര പോലും ഹോംവർക്കും ചെയ്യൂല, പഠിക്കുകയും ചെയ്യില്ല, വായിക്കുകയും ചെയ്യില്ല. വെറുതെ ഇരിക്കും രാത്രി എത്ര പേരും അല്ലേ? അപ്പൊ എത്ര സമയം കൊടുക്കണം? 10 മണിയോ 10:30യോ? അതിനപ്പുറം ഇല്ല. 11 മണിയൊന്നും വേണ്ട. എന്നിട്ട് നിങ്ങൾ ഉറക്കം ഇങ്ങനെ ഇരിക്കുന്നേ? അപ്പൊ പകലുറങ്ങുന്നോണ്ട് രാത്രി ഉറക്കൂല്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ടിവിയിലും മൊബൈലും എല്ലാം കളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. എന്തിനാ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യം? രാത്രി സമയം ഉറങ്ങാനുള്ളതാണ്. 10 മണി കഴിഞ്ഞാൽ നിങ്ങൾ ഉറക്കൊഴിച്ചിരിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഫോണിൽ ഗെയിം കളിച്ചിട്ടില്ല കണ്ണിന് അസുഖങ്ങൾ വരും. മയോപ്പിയ എന്നുള്ള രോഗങ്ങളെല്ലാം വരുന്നത് കുഞ്ഞുമക്കൾക്ക്. 10 വയസ്സിൽ 15 വയസ്സ് താഴെയുള്ള കുഞ്ഞുമക്കൾക്ക് വരുന്ന രോഗമാണ് മയോപ്പിയ. മയോപ്പിയ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്ന രോഗം. ഉമ്മാന്റെ ഉപ്പാന്റെ ഫോണിൽ ഗെയിം കളിക്കുക. അത്ര പോലും അത് നോക്കിയിട്ട് ഗ്രൂപ്പ് നോക്കിയിട്ട് നോട്ട് എഴുതി അയക്കുക ഒന്നും ചെയ്യില്ല. അവർക്ക് എന്ത് സമയമുണ്ട്? ഗെയിം കളിക്കുക, ഇല്ലെങ്കിൽ ചാറ്റ് ചെയ്യല് അല്ലേ? അപ്പൊ സമയം ഞാൻ 10 മണി. ഉറങ്ങുന്ന സമയം എത്ര മണി ആയിട്ടു? 10 ബജേ. ഒരു സാധാരണ ഒരു കുട്ടി, ഒരു 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് എത്ര മണിക്ക് ഉറങ്ങാം? 10 മണിക്ക്. അതിനപ്പുറം പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഈ ടച്ച് ഫോണെല്ലാം ഇറങ്ങിയോണ്ടല്ലേ 11 മണി 12 മണിയെല്ലാം ഇരിക്കുന്നത് അല്ലേ? അപ്പൊ 10 മണി 10 ബജേ. അപ്പൊ ഉറങ്ങുന്ന സമയം 10 മണി. കേട്ടല്ലോ? ഇനി ആരെങ്കിലും 12 മണി വരെ ഉറക്കൊഴിഞ്ഞിരുന്ന് കണ്ടാല് ഞാൻ നോക്കും. 10 മണിക്ക് ശേഷം ഉറങ്ങുന്നവരെല്ലാം ഒരു സാധനം വന്ന് പിടിക്കാനുണ്ട്. സാധനത്തിന്റെ പേര് ഞാൻ പറയില്ല. അപ്പൊ ഇന്ന് മുതൽ ഓർമ്മിച്ചോ, 10 മണിക്ക് ശേഷം ആരും ഉറക്കൊഴിഞ്ഞിരിക്കണ്ട. കഴുത്തിന് തന്നെ പിടിക്കും. എന്താ പിടിക്കാൻ വരുന്നത്? പ്രേതാ?
ഏത് പ്രേതാപ്പ നിന്നെ പിടിക്കണ്ട? ഓൺലൈനിൽ വന്നിട്ട് പ്രേതം പിടിക്കാൻ കഴിയുന്നില്ല. പ്രേതം എന്തെങ്കിലും ആവട്ടെ, ആരെ പിടിക്കൊന്നും പറയാൻ പറ്റില്ല മുൻകൂട്ടി. അതുകൊണ്ട് ഉറക്കൊഴിഞ്ഞിരിക്കണ്ട, ഫോണില് ഗെയിം ഒന്നും കളിച്ചിരിക്കണ്ട. 10 മണിയാകുമ്പോ എല്ലാം ഹോംവർക്ക് എല്ലാം ചെയ്ത് 9 മണിക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചു, 10 മണിക്ക് നമ്മൾ ഉറങ്ങുന്നു ഇന്ന് മുതലേ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നോക്ക്, ഘടി ദേഖ് കർ സമയ ബതാവോ. ക്ലോക്കിൽ സമയം കൊടുത്തിട്ടുണ്ട്. സമയം നോക്കാൻ അറിയോ? ക്ലോക്ക് നോക്കി സമയം പറയാൻ അറിയോ? ഇപ്പൊ ക്ലോക്കിലൊന്നും നോക്കാൻ നേരില്ല മിസ്സേ. ഫോൺ ഒന്ന് ഞെക്കിയാ പോരെ അല്ലേ, അപ്പൊ സമയം കാണും. ഇപ്പൊ എല്ലാവരും ക്ലോക്കിനെ ഉപേക്ഷിച്ചു, പകരം എന്തായി, ഫോണിൽ നോക്കി സമയം വേഗം എളുപ്പത്തിൽ പറയണത്. സമയം എത്ര നോക്കുമ്പോ ക്ലോക്കിൽ ആരെങ്കിലും നോക്കാറുണ്ടോ? ക്ലോക്കിൽ തന്നെ സമയം നോക്കി പഠിക്കണേ. ഇതില് ഫസ്റ്റ് പേജില് ഫസ്റ്റ് ക്ലോക്കിൽ കൊടുത്ത സമയം എത്ര മണിയാ? 12 മണി. എന്താന്നറിയോ? 12 ബജേ. എന്താണ് ആ ക്ലോക്കിന്റെ സൈഡിൽ എഴുതേണ്ടത്? 12 ബജേ. ഇപ്പൊ എഴുതണ്ട, ഇപ്പൊ എഴുതണ്ട. മിസ് എഴുതി അയച്ചു തരും, ഗ്രൂപ്പിൽ ഇട്ട് തരും. 12 ബജേ. നേരെ വലത് സൈഡില് എത്ര മണിയാ? വലത് സൈഡിൽ രണ്ടാമത്തത് 12:30 ഓയേ 12:30 12-ന് 1 മണിക്ക് ഇടക്ക് സൂചി വേണ്ടടാ. ഇത് 6-ന്റെ അടുത്തും 12-ന്റെ അടുത്തും ആവുമ്പോ സമയം എത്രയാ? ചെറിയ സൂചി അടുത്തും വലിയ സൂചി. അപ്പൊ എത്രയാണ്? 6 മണി. അതാ പറഞ്ഞു, നോക്കി നോക്കി കണ്ണ് കാണാതെ തൊണ്ടന്മാര് തൊണ്ടികളും 4-ാം ക്ലാസ്സില് കണ്ണ് കാണുന്നില്ല. ചഹ് ബജേ 6 മണി. സമയം കഴിയാനായി. മിസ് ബാക്കിയുള്ളത് ഗ്രൂപ്പിൽ ഇട്ട് തരുവേ. ബാക്കിയുള്ള സമയം കൂടി മിസ് ഗ്രൂപ്പിൽ ഇട്ട് തരും. അതെല്ലാം ഒന്ന് എഴുതിയെടുക്കണേ. ഇപ്പൊ കഴിയാനാവും. നെക്സ്റ്റ് സമയം എത്രയാ? മൂന്നാമത്തത് വലുതസ്റ്റ് 3. 9 മണി. 9 o'clock. 9 ബജേ. താഴെ എത്രയാ? താഴെ എന്തെന്നാടാ ക്ലോക്ക് ഇടക്ക് നോക്കണടാ. വീട്ടിലുള്ള ക്ലോക്കിലെല്ലാം ബാറ്ററിയിൽ ഇട്ടിട്ട് ശരിയാക്കി. 7:45. 7:45. പൗനെ 7:45.